യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ നമസ്കാരം. മലയാളി അസോസിയേഷൻ ഓഫ് യുകെയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ പൊന്നോണ സന്ധ്യയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. മുകിൽമാല ചാർത്തിയ സാഹ്യാദ്രി, അലകൾ തിരതല്ലുന്ന തീരങ്ങൾ, കണ്ടെത്താ ദൂരത്തുള്ള പാടങ്ങൾ, കളകളാരവം ഒഴുകുന്ന അരുവികൾ, എല്ലാം കൊണ്ടും സമൃദ്ധമായ മനോഹാരിതയുടെ പര്യായം കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. കർക്കിടക മാസം വിടചൊല്ലി ചിങ്ങം വന്നെത്തി, നന്മയുടെ ഒത്തുചേരലിന്റെ കൂട്ടായ്മ ഓണം വന്നെത്തി. ഓണം മലയാളിയുടെ ജീവിതത്തിലും ഓർമ്മകളിലും അതിന് തിളക്കമേറെ. ഓണക്കാഴ്ചകളുടെ നിറച്ചാട്ടം, കാലം വരുത്തിയ തീരുമാനം പാതി മനസ്സോടെ അംഗീകരിക്കുമ്പോൾ മലയാളികളെല്ലാം മനസ്സിൽ ആവേശപൂർവ്വം കൊണ്ടു നടക്കുന്ന ഒരു സുന്ദര സ്വപ്നമാണ് ഓണം. അത്തം തുടങ്ങിയാൽ 10 നാളും കേരളനാക്കി ഓരോ വീട്ടുമുറ്റത്തും പൂക്കളവും ഓണത്തുമ്പിയും പതിവ് കാഴ്ചയാണ്. ജാതി, മതം, വർഗം, ദേശം എന്നൊക്കെയുള്ള വിവേചന ചിന്തകൾ കൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ച വേലിക്കെട്ടുകൾ നമുക്ക് വേണ്ട. നമ്മളെല്ലാം ഒരു കുടുംബമാണെന്ന സന്ദേശം കൂടി ഓണം നമുക്ക് നൽകുന്നു. അതെ, മാവേലി എന്ന അരുതേ വേലി എന്നൊരർത്ഥം കൂടിയുണ്ട്. കള്ളപ്പറയും ചെറുനാഴിയും ആദിയും വ്യാധിയും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തെ അത് പ്രജകൾക്ക് സമ്മാനിച്ച മഹാബലി എന്ന ചക്രവർത്തിയെ നമുക്ക് സ്മരിക്കാം. Ladies and gentlemen, welcome to Ponnola Sandhya. Before moving on to the details of today's program, let us introduce ourselves. ഞാൻ രോഹിണി. ഞാൻ ഗോപി കൃഷ്ണൻ. അപ്പോൾ ഗോപിക, what have we got for today? രോഹിണി, പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിനോട് ഞാൻ രോഹിണിയോട് ഒരു ചോദ്യം ചോദിച്ചോളെ. ഓണം എന്ന് കേൾക്കുമ്പോൾ രോഹിണിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം, ആപത്തെന്ന അങ്ങോട്ടില്ലതാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന 4 വരികൾ. ഈ ഭൂമിയുടെ ഏത് കോണിലായാലും മലയാളികൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള 4 വരികൾ. ഇതിന്റെ പൂർണ്ണ രൂപമാർക്കും അറിയാമോ? നിങ്ങളോടാണ് ചോദ്യം. The complete version of this poem. ഓക്കെ, അജ്ഞാതനായ ഒരു കവി രചിച്ച 60 വരികളുള്ള ഒരു പദ്യത്തിന്റെ 10 വരികൾ മാത്രമാണ് നമ്മൾ കേൾക്കാറുള്ളത്. തലമുറകളിലൂടെ കൈമാറി വന്ന ഈ പദ്യം മനോഹരമായ ഒരു ഭൂതകാലത്തിന്റെ സുന്ദര ചിത്രവും അതുപോലെ തന്നെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളും നമുക്കൊക്കെ സമ്മാനിക്കാറുണ്ട്, അല്ലേ? അത് ശരിയാണ്. This song reminds me of my visits to Kerala during Onam. I remember arranging flowers for Attappu. ഞങ്ങൾ കുട്ടികൾ അതിനെ അത്തപ്പൂ എന്ന് വിളിച്ചപ്പോൾ ഒരു മുത്തശ്ശി പറഞ്ഞിരുന്നു, തിരുവോണത്തിൽ വന്നിരുന്ന പൂക്കളത്തെയാണ് അത്തപ്പൂ എന്ന് വിളിക്കുന്നത്. And according to the legend, Attam is the day when our beloved king Mahabali starts his preparation to visit his subjects in Kerala. Mahabali visits us on the day of Tiruvonam. So it is an elaborate preparation of 10 days. പിന്നെ തീർച്ചയായും വർഷത്തിൽ ഒരിക്കലല്ലേ അദ്ദേഹത്തിന് നമ്മളെയൊക്കെ കാണാൻ വരാൻ പറ്റാറുള്ളൂ. അപ്പോൾ 10 ദിവസത്തെ പ്രിപ്പറേഷൻ എന്തായാലും വേണം. അപ്പോൾ തിരുവോണത്തിന് കേരളത്തിൽ പോയതിനു ശേഷം മഹാബലി
മഹാബലി ചക്രവർത്തി സന്തോഷപ്പെട്ടാണോ? ഇല്ല, സാധാരണ UK തന്റെ മലയാളി പ്രതികളെയും കണ്ടിട്ട് അദ്ദേഹം മടങ്ങാറുണ്ട്. ഇന്ന് നമ്മളെയൊക്കെ കാണാൻ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. നന്മയുടെ നിലവിളമായ മഹാബലി ചക്രവർത്തിയെ വരവേൽക്കാൻ നേരമായി. ഈ ഒത്തുചേരലിന്റെ ശീതളിമയിൽ നമുക്ക് അഭിമാനിക്കാം, സ്വാഗതം ചെയ്യാം. 1000 കുടമുലപ്പൂക്കളുടെ നിറസൗരഭ്യത്തോടെ മഹാബലി ചക്രവർത്തിയെ ഈ വേദിയിലേക്ക് ആനയില്ല. So excuse me folks, I'll be back shortly. രക്ഷപ്പെട്ടു. ഗോപിയുടെ എന്ന് പറഞ്ഞ് തല വരുക. ഏതായാലും രോഹിണി ബാക്ക് സ്റ്റേജിലേക്ക് പോയ സ്ഥിതിക്ക് നമുക്ക് സമാധാനത്തോടെ പറയാം. പൊന്നോണ സന്ധ്യ എന്ന ഈ ഓണാഘോഷ പരിപാടി ഔപചാരികമായി ആരംഭം കുറിക്കുന്നതിനായി പൊന്നോണ സന്ധ്യയുടെ കോർഡിനേറ്റർ ശ്രീ മുരളി പിള്ളയെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. ശ്രീ മുരളി പിള്ള. ബഹുമാന്യ സുഹൃത്തുക്കളെ, മലയാളി അസോസിയേഷൻ ഓഫ് ദി UK ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ. ഓണം ആഘോഷത്തെക്കാൾ വിലമതിക്കുന്ന ആശയം മഹാബലി, ആശയത്തെ അർത്ഥപൂർണ്ണമാക്കിയ കഥാപാത്രം. ഈ നാടിന്റെ ആഘോഷത്തിൽ പങ്കുചേരാൻ ഞാൻ നിങ്ങളേവരെയും ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഓണാഘോഷം വിളിക്കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി അസോസിയേഷൻ ചെയർപേഴ്സൺ സലീല വിവരിച്ചതിനെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. Good afternoon, ladies and gentlemen. മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുവാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. MLEKയുടെ 2010 ഓണാഘോഷ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്പം സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണക്കാലം നിങ്ങൾക്ക് ഓരോ
winner of the GCSE MAUK Education Award in the year 2000, almost 10 years ago, having won the GCSE awards. Ladies and gentlemen, please welcome on stage Sri Karur Soman. Sri Karur Soman. Sri Karur Somanന്റെ കാൽപ്പാടുകൾ എന്ന പുസ്തകം നിങ്ങൾക്കെല്ലാം സുപരിചിതമായിരിക്കും എന്ന് കരുതുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ പുതിയ കവിതാ സമാഹാരമായ കറുത്ത പക്ഷികൾ പ്രസാദനം ചെയ്യുകയാണ് ഈ കാരൂർ. കറുത്ത പക്ഷികൾ എന്ന പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് മലയാളി അസോസിയേഷൻ ഓഫ് ദി UK-യുടെ ജനറൽ സെക്രട്ടറി സലില വിപിനചന്ദ്രന് നൽകിക്കൊണ്ട് പുസ്തക പ്രസാദനം നിർവഹിക്കുവാൻ ശ്രീ ഫ്രാൻസിസ് ആഞ്ചലോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങാനായി ശ്രീമതി സലില വിപിനചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രീ കാരൂർ സോമൻ, സലില, മലയാളി അസോസിയേഷൻ ഓഫ് ദ UK-യുടെ ഒരു സാംസ്കാരിക സംഘടന എന്ന ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി മലയാള ഭാഷ സാഹിത്യ രംഗങ്ങൾ പോഷിപ്പിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം വല്ലപ്പോഴുമൊക്കെയാണ് സംഘടന മനഃപൂർവ്വം ഓർക്കുന്നതെങ്കിൽ പോലും ഈ വൈകിയ വേളയിലെങ്കിലും അതിന് ഒരു വ്യക്തമായ ഉപഹാരം, സംസ്കാരത്തിന്റെ ഉപഹാരം എന്ന നിലയിൽ പീഡിപ്പിക്കിയ ഒരു അവസരമാണ് ശ്രീ കാരൂർ സോമൻ ഇന്ന് ഇവിടെ പ്രസാദനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.